ഇപ്പോൾ 36 പേര് മാത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് സാറ് പറഞ്ഞു. ഏകദേശം 1000-ഓളം കേസുകൾ വന്നു. എങ്ങനെയാണ് ഇത്രയും പേരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിച്ചത്? അതിന് ഞാനൊരു ഒരു നാടും കൂടെ ഒന്നും പറയാതെ ഞാനൊരു ഉദാഹരണം പറയാം, ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ഞാനൊരു സ്ഥലത്ത് അവിടുത്തെ വികാരിച്ചും പറഞ്ഞിട്ട് ഞാനൊരു കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി പോവാം. അവിടെ ചെന്ന് വികാരിച്ചൻ അവിടുത്തെ കാറ്റീസ് എച്ചമ്മിനെയും കൂട്ടി ഈ വീട്ടിലേക്ക് വിട്ട് ഞാൻ ആ വീടിന്റെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ആ കൊച്ചിന്റെ അപ്പനോ അമ്മയൊന്നുമില്ല. ഈ കുട്ടിയുണ്ട്, കുട്ടിയുടെ ഒരു സഹോദരിയുണ്ട്. അപ്പൊ അവിടെ എന്നെ കണ്ടത് ഈ കൊച്ചനോട് ചോദിച്ചു, എന്നെ കൊണ്ടുപോകാൻ വന്നാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എങ്ങോട്ട് കൊണ്ടുവരാന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് വികാരിച്ചും പറഞ്ഞു, നീ നീ പെട്ടിരിക്കുന്ന കിണി അവിടെ നിന്ന് നിനക്ക് ഊരാണെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ ഞാൻ പറഞ്ഞു വിടുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് മടുത്ത് ഒരു കുന്നിന്റെ മലയാണ്, മടുത്ത് കയറി ചെന്ന് അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു, ഈ കൊച്ചിനോട് പറഞ്ഞു, മോളെ നീ ഒരു ചായ ഇടാൻ പറഞ്ഞു. അപ്പൊ ഇതിന്റെ അനിയത്തിയുണ്ട്, അവളോട് ചായ ഇടാൻ വേണ്ടി പോയി. അപ്പൊ ഇവള് വീണ്ടും എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, സാറേ ഞാൻ പായ്ക്ക് ഇട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എങ്ങോട്ടാന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ സാറിന്റെ കൂടെ പോരും, എനിക്ക് എങ്ങനെയും ഈ ഊരാപ്പൊടിക്കിൽ നിന്ന് രക്ഷപ്പെടണം, ഞാൻ എവിടെ വേണമെങ്കിലും വരാം, എനിക്ക് രക്ഷപ്പെടണം. അപ്പൊ ഞാൻ പറഞ്ഞു, നീ തമാശ പറയാതെ അപ്പനും അമ്മയും വരട്ടെ, നീ വന്നാൽ ഞാൻ കൊണ്ടുപോകും, പക്ഷെ പപ്പയും മമ്മിയും വരട്ടെ. അപ്പൊ പറഞ്ഞു, പപ്പ ജോലിക്ക് പോയത്, അമ്മ പറമ്പിൽ പോയതാന്ന് പറഞ്ഞു. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോ അവര് വന്നു. ഈ അനിയത്തി ചായ കൊണ്ടുവരുന്ന സമയത്ത് ഈ ചേട്ടത്തി എന്റെ മുമ്പിൽ നിന്ന് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞ് ഇവിടെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വല്ല അപകടത്തിലേക്ക് പോയോ എന്ന് പേടിച്ച് ഞാൻ ഈ അനിയത്തിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അവള് ബാഗ് പായ്ക്കുകയെന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ഈ അമ്മ ഓടിപ്പടച്ച് വരുമ്പോ മോള് ബാഗ് പാക്ക് ചെയ്ത് ഈ കുഞ്ഞു വീടിന്റെ ചായ്പില് വന്ന് എന്റെ മുമ്പിൽ, ഞാൻ ഇട്ടിരിക്കുന്ന ഒരേ ഒരു കസേരയുള്ളൂ അവിടെ, ആ കസേരയുടെ അടുത്ത് വന്ന് ഇവള് ബാഗ് ഇട്ട് നിൽക്കുക, സാറേ നമുക്ക് പോകാന്ന് പറഞ്ഞു. പിന്നെ അവളുടെ അമ്മേനെയും കൂട്ടി രാത്രി തന്നെ അവളെ അവിടുന്ന് കൊണ്ടുപോകുന്ന 200-300 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കി നമുക്ക് ആ കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി പറ്റി. ഇത് ഞാൻ പ്രത്യേകിച്ച് ഒരു വാക്കോ പറഞ്ഞിട്ടില്ല, ഒരു കൗൺസിലിങ്ങോ ഷെയറിങ്ങോ നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ കൊച്ചിനെ ഒരു രീതിയിലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആ കൊച്ച് റെഡിയാണ്, അവർക്ക് ആ രക്ഷപ്പെടാൻ ആഗ്രഹം, ആരെയും ഒന്ന് ഇടപെടണം. ഇത് ഈ രീതി തൊട്ട് ഉള്ള നടപടികളാണ്. നമ്മൾ പൊതുവെ ആരെയും ഭീഷണിപ്പെടുത്തിയോ ആരെയും ബലം പ്രയോഗിച്ചോ കയ്യൂപ്പ് കൊണ്ടോ ഇന്ന് വരെ അങ്ങനെ നേരിടേണ്ട അവസ്ഥ വന്നിട്ടില്ല.